Hello, dear students. നമ്മുടെ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് പ്രിയംപ്റ്റീവ് ആൻഡ് നോൺ പ്രിയംപ്റ്റീവ് ഷെഡ്യൂളിംഗ്. സോ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദിസ് പ്രിയംപ്റ്റീവ് ആൻഡ് നോൺ പ്രിയംപ്റ്റീവ് ഷെഡ്യൂളിംഗ്? പ്രിയംപ്റ്റീവ് എന്ന് പറയുന്ന ഒരു വേർഡ് മീനിങ്ങിൻ്റെ അർത്ഥം എന്താണ്? പ്രിയംപ്റ്റീവ് എന്ന് പറയുന്ന ഒരു വേർഡ് മീനിങ് എന്താണ്? ഇപ്പോൾ ഒരു പ്രോസസ്സിനെ പ്രിയംപ്റ്റീവ് എന്ന് പറയുന്നത് ശരിക്കും പ്രിയംപ്റ്റീവ് എന്ന് വെച്ചാൽ നേരത്തെ ചെയ്യണം. പ്രിയംപ്റ്റീവ് മീൻസ് നേരത്തെ ചെയ്യണം. അതായത് ഇപ്പോൾ ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് മുന്നേ നമുക്ക് ചെയ്യണം. ഓക്കെ, അതാണ് പ്രിയംപ്റ്റീവ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു മറ്റാരെങ്കിലും നേടിയെടുക്കുന്നതിന് മുന്നേ തന്നെ നേടിയെടുക്കുന്നതാണ് പ്രിയംപ്റ്റീവ് എന്ന് പറയുന്ന ടേമിൻ്റെ മീനിങ്. അതായത് CPU ഒരു പ്രോസസ്സിനെ പ്രിയംപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രോസസ്സിനെ പ്രിയംപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രോസസ്സിനെ പ്രിയംപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതായത് ഒരു പ്രോസസ്സിന് പ്രിയംപ്റ്റ് ചെയ്തിട്ട് വേറൊരു പ്രോസസ്സിന് CPU എടുക്കണം. അതാണ് പ്രിയംപ്റ്റീവ് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. പ്രിയംപ്റ്റീവ് വേർഡ് മീനിങ് എന്താണ്? ഒരാൾക്കത് കിട്ടുന്നതിന് മുന്നേ തന്നെ വേറൊരാൾ അതിനെ സ്വന്തമാക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്? ഇപ്പോൾ പ്രോസസ്സ് P1 ഇപ്പോൾ CPU-വിനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. P1 എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അയാൾ ഇൻറ്ററപ്റ്റ് ചെയ്ത് മാറ്റിയിട്ട് എന്ത് ചെയ്യണം? വേറൊരു പ്രോസസ്സിനെ അതിന് പ്രിയംപ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് പ്രിയംപ്റ്റീവ് നോൺ പ്രിയംപ്റ്റീവ് ഷെഡ്യൂളിംഗ് പറയുന്ന മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കണം. നമ്മുടെ പ്രോസസ് സ്റ്റേറ്റ്സിനെ കുറിച്ച് ഒന്നുകൂടെ ഞാൻ റിവൈസ് ചെയ്യാണ്. അപ്പോൾ പ്രോസസ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഹൗ മെനി പ്രോസസ് സ്റ്റേറ്റ്സ് ആർ ദർ? യെസ്, 5 പ്രോസസ് സ്റ്റേറ്റ്സ് ആർ ദർ. ഫസ്റ്റ് നമ്മുടെ എല്ലാ പ്രോസസ്സും ക്രിയേറ്റ് ചെയ്യുന്ന ആ സ്റ്റേറ്റിനെ ന്യൂ സ്റ്റേറ്റ് എന്ന് പറയും. ന്യൂ സ്റ്റേറ്റിൽ നിന്നും റെഡി ആയിട്ടുള്ള പ്രോസസ്സിനെ നമ്മൾ റെഡി സ്റ്റേറ്റ് എന്ന് പറയും. അത് മീൻസ് റെഡി സ്റ്റേറ്റിലിരിക്കുന്ന പ്രോസസ്സ് എന്ന് വെച്ചാൽ വെയിറ്റിംഗ് ടു ബി അസൈൻ ഫോർ ദ പ്രോസസ്സർ. ഈ റെഡി സ്റ്റേറ്റിലിരിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എങ്ങോട്ട് കൊണ്ട് കൊടുക്കുന്ന? റണ്ണിങ് സ്റ്റേറ്റിലോട്ട് പോകുന്നത്. റണ്ണിങ് സ്റ്റേറ്റിലോട്ട് പോകാൻ ഇൻഡിക്കേറ്റിംഗ് ദ പ്രോസസ് ഈസ് ഇൻ എക്സിക്യൂഷൻ. ഈ റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പം 3 കണ്ടീഷൻസ് വരാം എന്ന് പറഞ്ഞു. ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സക്സസ്ഫുൾ ടെർമിനേഷൻ. ആ ഒരു പ്രോസസ്സ് സക്സസ്ഫുള്ളി റണ്ണിങ് സ്റ്റേറ്റിൽ നിന്ന് ടെർമിനേറ്റഡ് സ്റ്റേറ്റിലോട്ട് പോയി. അതിനർത്ഥം സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ഇറ്റ്സ് എക്സിക്യൂഷൻ, പുറത്തു പോയി. അതാണ് ഒരു കണ്ടീഷൻ. വേറൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റണ്ണിങ് സ്റ്റേറ്റിൽ നിന്നും റെഡി സ്റ്റേറ്റിലോട്ട് അത് പോകാം. റണ്ണിങ് സ്റ്റേറ്റിൽ നിന്ന് റെഡി സ്റ്റേറ്റിലോട്ട് പോകുന്നത് എപ്പോഴാണ്? രണ്ടാമത്തെ കണ്ടീഷൻ എപ്പോഴാണ്? ഇൻറ്ററപ്റ്റ് വരുമ്പം. ഒരു ഇൻറ്ററപ്റ്റ് വരുമ്പോഴത്തേക്കും എന്ത് ചെയ്യണം? റണ്ണിങ് സ്റ്റേറ്റിൽ നിന്ന് റെഡി സ്റ്റേറ്റിലോട്ട് പോയാലേ പറ്റത്തുള്ളൂ. അതൊരു കണ്ടീഷൻ. പിന്നെ എന്താണ്? റണ്ണിങ് സ്റ്റേറ്റിൽ നിന്നും ഇപ്പോൾ ഒരു IO ഓപ്പറേഷൻ വരുവാണെങ്കിൽ, IO ഓപ്പറേഷൻ അതാണ് തേർഡ് കണ്ടീഷൻ. ഒരു IO ഓപ്പറേഷൻ വരുവാണെങ്കിൽ ഇയാൾ എവിടെയോട്ട് പോകണം? അയാൾ ആർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം? IO ഡിവൈസിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. സോ അയാൾ ഏത് സ്റ്റേറ്റിലോട്ട് പോകും? വെയിറ്റിംഗ് സ്റ്റേറ്റിലോട്ട് പോകും. ഈ IO ഓപ്പറേഷന് വേണ്ടി പോയ പ്രോസസ്സിന് വീണ്ടും അത് എക്സിക്യൂട്ട് ചെയ്യണ്ടേ? ബാക്കി CPU ബേസ്റ്റ് കംപ്ലീറ്റ് ചെയ്യണ്ടേ? അതിന് വേണ്ടിയിട്ട് എവിടെയോട്ട് എത്തണം? റണ്ണിങ് സ്റ്റേറ്റിലോട്ട് എത്തണം. ഈ പറയുന്ന വെയിറ്റിംഗ് നിന്ന് ഡയറക്റ്റ് ആയിട്ട് റണ്ണിങ് സ്റ്റേറ്റിലോട്ട് പോകത്തില്ല. വെയിറ്റിംഗ് സ്റ്റേറ്റിൽ നിന്ന് ആദ്യം എങ്ങോട്ട് പോകും? റെഡി സ്റ്റേറ്റിലോട്ടാണ് പോകുന്നത്. ഓക്കെ, വെയിറ്റിംഗ് സ്റ്റേറ്റിൽ നിന്ന് എങ്ങോട്ട് പോകും? റെഡി സ്റ്റേറ്റിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോസസ് സ്റ്റേറ്റ്സ്. നമ്മളത് ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നത് നമ്മുടെ CPU ഡിസിഷൻ, ഈ CPU ഷെഡ്യൂളിംഗ് ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 സർക്കംസ്റ്റൻസസിലാണ് നടക്കുന്നത്. CPU ഷെഡ്യൂളിംഗ് ഡിസിഷൻ ടേക്സ് പ്ലേസ് അണ്ടർ 4 സർക്കംസ്റ്റൻസസ്. 4 കാര്യങ്ങളുടെ കൊണ്ടാണ് ഈ CPU ഷെഡ്യൂളിംഗ് ഡിസിഷൻ നടക്കുന്നത്. ഏതൊക്കെയാണ് സർക്കംസ്റ്റൻസസ് നോക്കാം. ഫസ്റ്റ് സർക്കംസ്റ്റൻസ് എന്ന് പറയുന്നത് വെൻ എ പ്രോസസ് സ്വിച്ചസ് ഫ്രം റണ്ണിങ് സ്റ്റേറ്റ് ടു ദ വെയിറ്റിംഗ് സ്റ്റേറ്റ്. Process switches from running state to the waiting state. റണ്ണിങ് സ്റ്റേറ്റിൽ നിന്ന് വെയിറ്റിംഗ് സ്റ്റേറ്റിലോട്ട് പോകുന്ന ഇതാണ് ഫസ്റ്റ് സർക്കംസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഇസ് ദ ഫസ്റ്റ് സർക്കംസ്റ്റൻസ്.
ഓക്കെ, ദിസ് ഇസ് ദ ഫസ്റ്റ് സർക്കംസ്റ്റാൻസ്. റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിന് എന്തോ ഒരു IO ഓപ്പറേഷൻ പെർഫോം ചെയ്യാനായിട്ട് IOന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. സോ അത് വെയിറ്റിംഗ് സ്റ്റേറ്റിലോട്ട് പോയി. ഇതാണ് ഫസ്റ്റ് സർക്കംസ്റ്റാൻസസ്. സെക്കൻഡ് സർക്കംസ്റ്റാൻസ് എന്ന് പറഞ്ഞാൽ വെൻ എ പ്രോസസ് സ്വിച്ചസ് ഫ്രം റണ്ണിങ് സ്റ്റേറ്റ് ടു ദ റെഡി സ്റ്റേറ്റ്. ഒരു പ്രോസസ്സ് റണ്ണിങ് സ്റ്റേറ്റിൽ നിന്നും റെഡി സ്റ്റേറ്റിലോട്ട് പോകുന്നു. റണ്ണിങ് സ്റ്റേറ്റിൽ നിന്നും റെഡി സ്റ്റേറ്റിലോട്ട് പോകുന്നു. ഇതിപ്പോൾ ഏതാണ്? സെക്കൻഡ് സർക്കംസ്റ്റാൻസ് ആണ്. ഓക്കെ, ഇനി തേർഡ് വൺ എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സ് അത് ശരിക്കും റണ്ണിങ് സ്റ്റേറ്റിൽ നിന്നും റെഡി സ്റ്റേറ്റിലോട്ട് പോകുന്നത് എപ്പോഴാണ്? റണ്ണിങ് സ്റ്റേറ്റിൽ നിന്നും റെഡിയിലോട്ട് പോകുന്നത് എപ്പോഴാണ്? റണ്ണിങ് സ്റ്റേറ്റിൽ നിന്നും റെഡിയിലോട്ട് പോകുന്ന ഈ ഒരു സർക്കംസ്റ്റൻസസ്, റണ്ണിങ് സ്റ്റേറ്റിൽ നിന്ന് റെഡി സ്റ്റേറ്റിലോട്ട് പോകുന്ന ഇൻട്രപ്റ്റ് വരുന്നത്. സോ അതാണ് നമ്മുടെ സെക്കൻഡ് സർക്കംസ്റ്റൻസസ്. ഓക്കെ, സെക്കൻഡ് സർക്കംസ്റ്റൻസ് ആണ് ഇത്. ഇനി തേർഡ് വൺ ഇസ് വെൻ എ പ്രോസസ് സ്വിച്ചസ് ഫ്രം വെയിറ്റിംഗ് സ്റ്റേറ്റ് ടു ദ when a process switches from ഓക്കെ, അപ്പം ഞാൻ ഇവിടെ ഒരു കാര്യം ഞാൻ ചെയ്യുന്നു. ഇവിടെ ഞാൻ 2ന് വേറൊരു ഹൈലൈറ്റ് കളർ കൊടുക്കുന്നു. യെല്ലോ ഹൈലൈറ്റ് കളറാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, യെല്ലോ ഹൈലൈറ്റ് കളറാണ് കൊടുക്കുന്നത്. ഓക്കെ, റണ്ണിങ് നിന്നും റെഡിയിലോട്ട് പോകുന്ന സെക്കൻഡ് സർക്കംസ്റ്റൻസിന്. ഞാൻ തേർഡ് സർക്കംസ്റ്റൻസിനും ഞാൻ ഈ യെല്ലോ കളറാണ് കൊടുക്കുന്നത്. എന്തുകൊണ്ടാണെന്നുള്ളത് പറഞ്ഞുതരാം. അപ്പം തേർഡ് സർക്കംസ്റ്റൻസ് എന്താണ്? വെയിറ്റിംഗ് സ്റ്റേറ്റിൽ നിന്നും റെഡി സ്റ്റേറ്റിലോട്ട് പോകുന്നു. വെയിറ്റിംഗ് സ്റ്റേറ്റിൽ നിന്നും റെഡി സ്റ്റേറ്റിലോട്ട് പോകുന്നു. ഇതാണ് എൻ്റെ തേർഡ് സർക്കംസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, തേർഡ് സർക്കംസ്റ്റൻസ്. ഫോർത്ത് സർക്കംസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സ് ടെർമിനേറ്റ് ചെയ്യുന്നത്. അത് ഞാൻ സ്റ്റിൽ എന്തെന്നെ കൊടുക്കുന്നു? ഞാൻ ഈ പിങ്ക് കളറെന്ന് കൊടുക്കുന്നു. ഒരു പ്രോസസ്സ് ടെർമിനേറ്റ് ചെയ്ത സ്റ്റേറ്റ്, അത് ഏത് സർക്കംസ്റ്റൻസ് ആണ്? ഫോർത്ത് സർക്കംസ്റ്റൻസ്. അപ്പോൾ ഫസ്റ്റ് സർക്കംസ്റ്റൻസ് എന്താണ്? അപ്പോൾ ഈ ഒരു സാഹചര്യങ്ങളിലാണ് CP ഷെഡ്യൂളിന് ഡിസിഷൻ എടുക്കുന്നത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് സർക്കംസ്റ്റൻസസ് റണ്ണിങ് സ്റ്റേറ്റിൽ നിന്നും വെയിറ്റിംഗ് സ്റ്റേറ്റിലോട്ട് പോകുന്നു. ഇനി സെക്കൻഡ് വൺ എന്താണ്? റണ്ണിങ് സ്റ്റേറ്റിൽ നിന്നും റെഡി സ്റ്റേറ്റിലോട്ട് പോകുന്നു, ഇൻട്രപ്റ്റിൻ്റെ കേസ്. തേർഡ് കേസ് എന്താണ്? വെയിറ്റിംഗ് സ്റ്റേറ്റിൽ നിന്നും റെഡി സ്റ്റേറ്റിലോട്ട് പോകുന്നു. ദാറ്റ് ഈസ് ഫോർ ദ കംപ്ലീഷൻ ഓഫ് ദ IO. ഇനി ഫോർത്ത് സർക്കംസ്റ്റൻസ് എന്നാൽ when a process terminates. ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു സർക്കംസ്റ്റൻസസ് 1 and 4ന് പിങ്ക് കളർ കൊടുത്തു, സർക്കംസ്റ്റൻസസ് 2 and 3ന് യെല്ലോ കളർ കൊടുത്തു? എന്തുകൊണ്ടാണ്? ഇപ്പം ഷെഡ്യൂളിംഗ് ഈ ഒരു 1 ഉം 4 അതായത് ഫസ്റ്റും ഫോർത്തും സർക്കംസ്റ്റൻസസിലാണ് നമ്മുടെ ഷെഡ്യൂളിംഗ് നടക്കണമെങ്കിൽ ആ ടൈപ്പ് ഓഫ് ഷെഡ്യൂളിങ്ങിനാണ് നോൺ പ്രിയംപ്റ്റീവ് എന്ന് പറയുന്നത്. നോൺ പ്രിയംപ്റ്റീവ് അല്ലെങ്കിൽ നോൺ പ്രിയംപ്റ്റീവ് അല്ലെങ്കിൽ കോപ്പറേറ്റീവ് എന്ന് പറയും. കോപ്പറേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിട്ടുകൊടുക്കും. നോൺ പ്രിയംപ്റ്റീവ് ഷെഡ്യൂളിംഗ് ഏത് സർക്കംസ്റ്റൻസസിലാണ് നടക്കുന്നത്? ദാറ്റ് ഈസ് റണ്ണിങ് സ്റ്റേറ്റിൽ നിന്ന് വെയിറ്റിംഗ് സ്റ്റേറ്റിലോട്ട്. കാരണം റണ്ണിങ് സ്റ്റേറ്റിൽ നിന്നും വെയിറ്റിംഗ് സ്റ്റേറ്റിലോട്ടാണ് പോകുന്നത്. മറ്റേത് എങ്ങനെയാണ്? റണ്ണിങ് സ്റ്റേറ്റിൽ നിന്ന് ഒരു ടെർമിനേറ്റ് ചെയ്യുക. അതൊക്കെ ഏത് കേസിലാണ് വരുന്നത്? നോൺ പ്രിയംപ്റ്റീവ് ഷെഡ്യൂളിംഗ്. ഇനി സർക്കംസ്റ്റൻസസ് 2ഉം 3യും അത് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സാണ്. ഓക്കെ, റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സാണ് എവിടെയോട്ട് പോകുന്നത്? റെഡി സ്റ്റേറ്റിലോട്ട് പോകുന്നത്. അതിനെ ഫോഴ്സ്ഫുള്ളിയാണ് മാറ്റുന്നത്, അതിനെ പ്രിയംപ്റ്റ് ചെയ്യുന്നു. മനസ്സിലായോ? റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതിനെ ഒരു ഇൻട്രപ്റ്റ് വന്ന് അതിനെ മാറ്റുകയാണ്. ഒരു ഇൻട്രപ്റ്റ് എന്നൊരു കേസ് വന്ന് അതിനെ മാറ്റി എവിടെ കൊണ്ടിരുന്നു? റെഡി സ്റ്റേറ്റിലോട്ട് കൊണ്ടുവരുന്നു. അതേപോലെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിനെ നമുക്ക് എവിടെ കൊണ്ടിടുന്നു? റെഡി സ്റ്റേറ്റിലോട്ട് കൊണ്ടിടുന്നു. അപ്പോൾ ഈ 2 സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രിയംപ്റ്റീവ് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലാക്കുക, when the scheduling takes place under circumstances 1 and 4 ഷെഡ്യൂളിംഗ് സ്കീമിനെ നമ്മൾ നോൺ പ്രിയംപ്റ്റീവ് അല്ലെങ്കിൽ കോപ്പറേറ്റീവ് എന്ന് പറയും. അവിടെ ഒരു ചോയ്സും ഇല്ല ഇൻ ടേംസ് ഓഫ് ഷെഡ്യൂളിംഗ്. കാരണം ഒരു പ്രോസസ്സ് വന്നു കഴിഞ്ഞാൽ റെഡി ക്യൂവിൽ വന്നു കഴിഞ്ഞാൽ അതിന് എക്സിക്യൂഷന് വിധേയമാക്കിയാലേ പറ്റത്തുള്ളൂ, അല്ലേ? നോൺ പ്രിയംപ്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രോസസ്സ് റെഡി ക്യൂവിൽ വന്നു കഴിഞ്ഞാൽ റെഡി ക്യൂവിൽ വന്നു കഴിഞ്ഞാൽ അതിനെ എക്സിക്യൂഷന് വിധേയമാക്കുക. അതാണ് ഒന്ന് ടെർമിനേറ്റഡും ഒന്ന് അത് വെയിറ്റിംഗ് IO ഓപ്പറേഷന് വേണ്ടി. അത് നോർമൽ കേസസ് അല്ലേ.
ഒരു പ്രോസസ്സ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അയാൾ ടെർമിനേറ്റ് ചെയ്ത് പുറത്ത് പോയി. അടുത്തത് ആ പ്രോസസ്സിന് അയാളുടെ സ്വന്തം ആവശ്യം കൊണ്ട് അയാൾ എന്ത് ചെയ്യുക, ഈ ഓപ്പറേഷന് പോയി. ഈ രണ്ട് സർക്കംസ്റ്റൻസസ് ആണെങ്കിൽ നോൺ പ്രിയംപ്റ്റീവ് അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ആണ്. പക്ഷേ പ്രിയംപ്റ്റീവ് എന്ന് പറയുന്നത് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിനെ ഫോഴ്സ്ഫുള്ളിയാണ് മാറ്റുന്നത്. ഫോഴ്സ്ഫുള്ളി അയാളെ പിടിച്ചെങ്ങോട്ടിടുന്നു? ഇപ്പോൾ നീ പോയി റെഡി ക്യൂവിലിരുന്നു, റെഡി സ്റ്റേറ്റിലിരുന്നാൽ മതി. ഫോഴ്സ്ഫുള്ളി മാറ്റുന്നു. കാരണം എനിക്ക് CPU വേണം, അതുകൊണ്ട് നീ എന്ത് ചെയ്യണം, പോകണം, ഇവിടെ നിന്ന് പോയി. അതാണ് ഇൻട്രപ്റ്റ്. നീ ഇവിടെ പോയി എവിടെ കൊണ്ടിരുത്തണം? റെഡി ക്യൂവിലിരുന്നു. സിമിലർലി അതേപോലെ തന്നെ വെയിറ്റിംഗ് ക്യൂവിലിരിക്കുന്ന പ്രോസസ്സിനെ തിരിച്ച് റെഡി സ്റ്റേറ്റിലോട്ട് പോകണം. വെയിറ്റിംഗ് ക്യൂവിലിരിക്കുന്ന പ്രോസസ്സിനെ തിരിച്ച് റെഡി, കാരണം IO കംപ്ലീഷന് വേണ്ടി ഇരിക്കുന്ന പ്രോസസ്സാണ്. അപ്പോൾ അയാളിനെ വീണ്ടും എവിടെ കൊണ്ടിരുത്തണം? റെഡി സ്റ്റേറ്റിൽ. അപ്പോൾ ഈ രണ്ട് സർക്കംസ്റ്റൻസസിനാണ് ഈ രണ്ട് സർക്കംസ്റ്റൻസസിൽ ഷെഡ്യൂളിംഗ് നടക്കുവാണെങ്കിൽ അതിനെ പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ് എന്ന് പറയും. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളിങ്ങിൻ്റെ നോൺ പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളിങ്ങിൻ്റെ ഡിഫറൻസ് ഒന്ന് പറഞ്ഞോട്ടെ. പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ് ആകുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു പ്രോസസ്സിന് ഒരു റിസോഴ്സ് അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലിമിറ്റഡ് ടൈമിനായിരിക്കും റിസോഴ്സ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. പക്ഷേ നോൺ പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞാൽ, നോൺ പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ് രണ്ട് കേസസിലാണ് വരുന്നത് നമ്മൾ പറഞ്ഞു. ഏതൊക്കെ കേസസിലാണ്? റെഡി ക്യൂവിൽ വന്നു കഴിഞ്ഞാൽ റെഡി ക്യൂവിൽ ഇരിക്കുന്ന പ്രോസസ്സിനെ ഒന്നേ ടെർമിനേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിന് ഈ ഓപ്പറേഷന് വേണ്ടി സ്വയം എന്ത് ചെയ്യാം, പുറത്തോട്ട് വെയിറ്റിംഗ് ക്യൂവിലോട്ട് വരാം. ഓക്കെ, അത് രണ്ടാം സർക്കംസ്റ്റൻസസ് നമ്മളവിടെ പഠിച്ചത്. അതായത് ഒരു റിസോഴ്സിന് ഒരു പ്രോസസ്സിന് റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ റിസോഴ്സ് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കും അൺടിൽ ഇറ്റ് കംപ്ലീറ്റ്സ് ഇറ്റ്സ് ബേസ്റ്റ് ടൈം ഓർ സ്വിച്ചസ് ടു വെയിറ്റിംഗ് സ്റ്റേറ്റ്. ഈ രണ്ട് കണ്ടീഷനല്ലേ നമ്മളിവിടെ പറഞ്ഞത്. ഒന്നി ആ പ്രോസസ്സ് ടെർമിനേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ആ പ്രോസസ്സ് വെയിറ്റിംഗ് ടൈമിലോട്ട് പോകും. അപ്പോൾ പ്രോസസ്സ് നോൺ പ്രീഎംപ്റ്റീവ് എന്ന് വെച്ചാൽ പിടിച്ചു വെച്ചേക്കും. ഓക്കെ, ഇനി ഒരു ഇൻട്രപ്റ്റിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ് ആണെങ്കിൽ ഇൻട്രപ്റ്റഡ് ആവുക, പ്രോസസ്സിനെ ഒരു ഇൻട്രപ്റ്റ് ചെയ്യാം. പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ് അതല്ലേ നമ്മൾ ഇൻട്രപ്റ്റ് വരുമ്പോഴത്തേക്ക് റണ്ണിങ് സ്റ്റേറ്റിൽ നിന്ന് റെഡി സ്റ്റേറ്റിലോട്ട് പോകുന്നത്. ബട്ട് ഒരു ഇൻട്രപ്റ്റ് വന്നാൽ പ്രോസസ്സിനെ ഇൻട്രപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ടിൽ ഇറ്റ് ടെർമിനേറ്റ്സ് ഓർ സ്വിച്ചസ് ടു വെയിറ്റിംഗ് സ്റ്റേറ്റ്. അതാണ് നോൺ പ്രീഎംപ്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ നേരത്തെ പ്രീഎംപ്റ്റീവിൻ്റെ മീനിങ് എന്താണ്? എനിക്ക് എന്ത് ചെയ്യാം, പിടിച്ചെടുക്കാൻ പറ്റും, പിടിച്ചെടുക്കും അല്ലെങ്കിൽ പിടിച്ചെടുക്കാൻ പറ്റും, അതാണ് പ്രീഎംപ്റ്റീവ്. പക്ഷെ പിടിച്ചെടുക്കാൻ പറ്റാത്ത ഷെഡ്യൂളിംഗ് ആണ് എന്ത്? നോൺ പ്രീഎംപ്റ്റീവ്. അത് ഏത് സർക്കംസ്റ്റൻസസിലാണ് വരുന്നത്? CPU ഒരു പ്രോസസ്സ് CPUവിൽ എത്തിക്കഴിഞ്ഞാൽ അത് എക്സിക്യൂട്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ എക്സിക്യൂട്ട് ചെയ്ത് അത് സക്സസ്ഫുള്ളി ടെർമിനേറ്റ് ചെയ്തിട്ട് അത് പുറത്തിറങ്ങത്തുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും IO കംപ്ലീഷന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് സ്റ്റേറ്റിലോട്ട് പോകും. പ്രീഎംപ്റ്റ് ചെയ്യത്തില്ല. അതുപോലെ അവിടെ ഇൻട്രപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, അതിനെ പ്രോസസ്സിനെ ഇൻട്രപ്റ്റ് ചെയ്യാൻ പറ്റില്ല അൺടിൽ ഇറ്റ് ടെർമിനേറ്റ്സ് ഓർ സ്വിച്ചസ് ടു ദ വെയിറ്റിംഗ് സ്റ്റേറ്റ്. ഇനി സ്റ്റാർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അടുത്ത ടേം സ്റ്റാർവേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഹയർ പ്രയോറിറ്റി പ്രോസസ്സ് വരുവാണെങ്കിൽ, റെഡി ക്യൂവിൽ വരുവാണെങ്കിൽ ലോ പ്രയോറിറ്റി പ്രോസസ്സ് സ്റ്റാർവ് ചെയ്യും അല്ലേ? അതായത് ഒരു ഹയർ പ്രയോറിറ്റി പ്രോസസ്സാണ് നമ്മൾ റെഡി ക്യൂവിൽ വരുന്നതെങ്കിൽ ആ പ്രോസസ്സിനെ ആയിരിക്കും ഇവിടെ കൊടുക്കുന്നത്, റണ്ണിങ് സ്റ്റേറ്റിലോട്ട് പോകുന്നത്. അപ്പോൾ ലോ പ്രയോറിറ്റി പ്രോസസ്സ് എന്ത് ചെയ്യും? സ്റ്റിൽ വെയിറ്റ് ചെയ്യേണ്ടി വരും, പ്രോസസ്സിന് വേണ്ടിയിട്ട് CPUവിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് സ്റ്റാർവ് ചെയ്യും. പക്ഷേ നോൺ പ്രീഎംപ്റ്റീവ് കേസിൽ ഇഫ് എ പ്രോസസ് വിത്ത് ലോങ് ബേസ്റ്റ് ടൈം ഇസ് റണ്ണിങ് CPU, then another process with less burst time may starve. ഈ നോൺ പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളിൻ്റെ കേസിൽ സ്റ്റാർവേഷൻ്റെ കേസ് വരുന്നത്, ഒരു പ്രോസസ്സിന് ഇപ്പോൾ ലോങ് ബേസ്റ്റ് ടൈം ഉണ്ടെങ്കിൽ വേറൊരു CPU ലെസ് ബേസ്റ്റ് ടൈമായ പ്രോസസ്സിനെ എന്ത് ചെയ്യും? ഇപ്പോൾ ലെസ് CPU ബേസ്റ്റ് ടൈം ആയിട്ടുള്ള പ്രോസസ്സ് സ്റ്റാർവ് ചെയ്യും. മനസ്സിലായോ? അതാണ് സ്റ്റാർവേഷൻ പറയുന്നത്. ദെൻ ഓവർഹെഡ്, ഇൻ ടേംസ് ഓഫ് ഓവർഹെഡ് പറയുകയാണെങ്കിൽ പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളിങ്ങിന് ഹാവ് ഓവർഹെഡ് ഓഫ് ഷെഡ്യൂളിംഗ് ദ പ്രോസസ്സാണ്. നോൺ പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളിന് അത്ര ഓവർഹെഡ് ഇല്ല. കാരണം ഈ രണ്ട് കേസിലാണ് നമുക്ക് പറഞ്ഞു, പ്രീഎംപ്റ്റീവ് കേസിലാണ് നമുക്ക് ശരിക്കും ഓവർഹെഡ് വരുന്നത് അല്ലേ?
ഒന്ന് വെയിറ്റിംഗ് സ്റ്റേറ്റിലോട്ട് പോകുന്നതും ഒന്ന് റെഡി സ്റ്റേറ്റിലോട്ട്, റണ്ണിങ് സ്റ്റേറ്റിൽ നിന്നും വെയിറ്റിംഗ് സ്റ്റേറ്റിലോട്ട് പോകുന്നത്. ഓക്കെ. നെക്സ്റ്റ് ഇസ് ഫ്ലെക്സിബിലിറ്റി. പ്രിഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ് ഇസ് ഫ്ലെക്സിബിൾ, നോൺ പ്രിഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ് ഇസ് റിജിഡ്. ഇൻ കേസ് ഓഫ് കോസ്റ്റ് പറയുവാണെങ്കിൽ പ്രിഎംപ്റ്റീവ് ഷെഡ്യൂൾ ഇസ് കോസ്റ്റ് അസോസിയേറ്റഡ് ബട്ട് നോൺ പ്രിഎംപ്റ്റീവ് ഷെഡ്യൂൾ ഇസ് നോട്ട് കോസ്റ്റ് അസോസിയേറ്റഡ്. അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. പ്രിഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത് റിസോഴ്സസ് പ്രോസസ്സിന് ഒരു ലിമിറ്റഡ് ടൈം വരെ അലൊക്കേറ്റ് ചെയ്ത് കൊടുക്കത്തുള്ളൂ. പക്ഷെ നോൺ പ്രിഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിട്ടു കൊടുക്കത്തില്ല. മീൻസ് ഒരു പ്രോസസ്സ് ഒരു റിസോഴ്സിനെ എടുത്തു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ചെയ്ത് അതിൻ്റെ ബേസ്റ്റ് ടൈം കംപ്ലീറ്റ് ചെയ്ത് തീർന്നവരെ, അല്ലെങ്കിൽ അതൊരു വെയിറ്റിംഗ് സ്റ്റേറ്റിലോട്ട് പോകുന്നത് വരെ ആ ഒരു റിസോഴ്സിനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കും. ഓക്കെ. പിന്നെ നമുക്ക് ഇൻ ടേംസ് ഓഫ് ഇൻട്രപ്റ്റിൻ്റെ കേസ് പറയുവാണെങ്കിൽ നമുക്ക് ഒരിക്കലും പ്രോസസ്സിനെ ഇൻട്രപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇൻ കേസ് ഓഫ് നോൺ പ്രിഎംപ്റ്റീവ്. പക്ഷെ പ്രിഎംപ്റ്റീവിലാണെങ്കിൽ ഇൻട്രപ്റ്റ് ചെയ്യാം. കാരണം അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അത് റണ്ണിങ് സ്റ്റേറ്റിൽ നിന്ന് ഏത് സ്റ്റേറ്റിലോട്ട് പോകും, വെയിറ്റിംഗ് സ്റ്റേറ്റിലോട്ട്. സോ ദിസ് ഇസ് എ ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ പ്രിഎംപ്റ്റീവ് ആൻഡ് നോൺ പ്രിഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ്. ഓക്കെ. ഇവിടെ കാണാം പ്രിഎംപ്റ്റീവ് എന്ന് പറയുമ്പോഴത്തേക്കും ജസ്റ്റ് ഇൻട്രപ്റ്റ് വന്നാലും പ്രോസസ്സ് എന്ത് ചെയ്യും, അടുത്ത പ്രോസസ്സിലോട്ട് സ്വിച്ച് ചെയ്യും. പ്രോസസ്സ് എന്താണ് സ്വിച്ച് ചെയ്യുന്നത്? സി പി യു എന്ത് ചെയ്യും, വേറെ പ്രോസസ്സ് സി പി യുവിന് കൊടുക്കും. ഓക്കെ. ഇപ്പോൾ പ്രോസസ്സ് P1 ആണ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഇൻട്രപ്റ്റ് വരുവാണെങ്കിൽ അത് ആർക്ക് കൊടുക്കും? പ്രോസസ്സ് 2ന് കൊടുക്കും. അപ്പോൾ അവിടെ ഒരു ഇൻട്രപ്റ്റ് വരാൻ തിരിച്ച് സ്വിച്ച് ചെയ്യും. അപ്പോൾ പ്രിഎംപ്റ്റീവ് ഷെഡ്യൂളിങ്ങിന് ഇൻട്രപ്റ്റ് വരാം. പക്ഷെ നോൺ പ്രിഎംപ്റ്റീവിൻ്റെ കേസിൽ പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുവാണെങ്കിൽ ആ ഒരു പ്രോസസ്സ് എക്സിക്യൂഷൻ തീരുന്നത് വരെ എന്ത് ചെയ്യത്തില്ല, സ്വിച്ച് ചെയ്യത്തില്ല. ആ ഇതൊരു പ്രോസസ്സാണ്. പ്രോസസ്സ് എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടേ അത് അടുത്ത പ്രോസസ്സിലോട്ട് സ്വിച്ച് ചെയ്യത്തുള്ളൂ. ഇവിടെ അതാണ്, ഈ ഒരു പ്രോസസ്സ് ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത പ്രോസസ്സിൽ സ്വിച്ച് ചെയ്യത്തുള്ളൂ. ഈ ഒരു പ്രോസസ്സ് ഇത്രയും കംപ്ലീറ്റ് ചെയ്തിട്ടേ, അതിൻ്റെ ബേസ്റ്റ് ഇത്രയും കംപ്ലീറ്റ് ചെയ്തിട്ടേ എന്ത് ചെയ്യത്തുള്ളൂ, നെക്സ്റ്റ് പ്രോസസ്സിലോട്ട് സ്വിച്ച് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇത്രയും ടൈം കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത പ്രോസസ്സിലോട്ട് അടുത്ത ഇതിലോട്ട് സ്വിച്ച് ചെയ്യത്തുള്ളൂ. അപ്പം ഇങ്ങനെയാണ് നടക്കുന്നത്. ഓക്കെ.